ഭാഗം 20. വെൽഡൺ റോമിയോ, വെൽഡൺ. അവിശ്വസനീയമായ തൻ്റെ ഈ കോവിഡ് കാല യാത്രയെ അനുഭവങ്ങളുടെ പർദീസ എന്നാണ് റോമിയോ വിശേഷിപ്പിച്ചത്. കാരണം അത്രയേറെ മധുര അനുഭവങ്ങൾ ഈ കാലയളവിൽ റോമിയോവിനും പപ്പയ്ക്കും ഉണ്ടായി. സമാധാനവും സംഘർഷവും ഉയർത്തിയ ഭൂമികകൾ പിന്നിട്ട് കാടും മലയും കടലും താണ്ടി താനും പപ്പയും എങ്ങനെ 2735 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മുത്തശ്ശിയുടെ അരികിൽ എത്തിയെന്നായിരുന്നു റോമിയോ എന്ന 11കാരൻ വിസ്മയത്തോടെ ചിന്തിച്ചത്. ഇതൊരു മായയോ മായാജാലമോ കൺകെട്ടുവിദ്യയോ? റോമിയോവിന് തന്നെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പരിചയം പോലും ഇല്ലാത്ത എത്രയോ വീടുകളിലാണ് താനും പപ്പയും അന്തിയുറങ്ങിയത്. എത്രയോ അറിയപ്പെടാത്ത അതിഥികളുടെ സത്കാരമാണ് ഏറ്റുവാങ്ങിയത്. എത്രയെത്ര ആപത്കരമായ സാഹചര്യങ്ങളെയാണ് തരണം ചെയ്തത്. ഈ കോവിഡ് കാലത്തും എത്രയെത്ര അഭയാർത്ഥി ക്യാമ്പുകളിലാണ് സന്നദ്ധ സേവകരായത്. എല്ലാം അവിശ്വസനീയമായ മഹാസത്യങ്ങൾ തന്നെ. റോമിയോ തൻ്റെ വഴിയോര അനുഭവങ്ങൾ ഒന്നൊന്നായി അയവിറക്കി നെടുവീർപ്പിട്ടു. എങ്കിലും അവനോ അവൻ്റെ പപ്പയ്ക്കോ ഈ യാത്ര ഒരിക്കലും ഒരു കുരിശായി അനുഭവപ്പെട്ടിരുന്നില്ല. റോമിയോവും പപ്പയും ഒരിക്കലും ഒരു പ്രതിസന്ധിയിലും തളർന്നു പോകുന്നവരായിരുന്നില്ല. റിയാക്റ്റിൻ്റെ സജീവ പ്രവർത്തകനായ റോമിയോവിൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും പ്രവർത്തന സജ്ജമായിരുന്നു. പ്രതിബന്ധങ്ങളെ നേരിടുവാനുള്ള കരുത്ത് അവൻ ഈ ചെറുപ്രായത്തിൽ തന്നെ നന്നായി നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകനായ ഫിൽകോക്സും കൈപ്പേറിയ നിരവധി അനുഭവങ്ങളെ മറികടന്നു വന്നയാളാണ്. 2017 സുഡാനിൽ വെച്ച് അയാളെ വിമത ഗ്രൂപ്പുകാർ ബന്ദിയാക്കി. 3 മാസം അയാൾക്ക് അവരുടെ തടങ്കലിൽ കഴിയേണ്ടതായി വന്നു. പക്ഷേ അതെല്ലാം ദുർഘടസന്ധികളെ അതിജീവിക്കാൻ അയാൾക്ക് കരുത്തു പകരുകയാണ് ഉണ്ടായത്. മകനോടൊപ്പമുള്ള അതിസാഹസികമായ യാത്രയെക്കുറിച്ച് ഫിൽകോക്സിന് എപ്പോഴും നല്ല മതിപ്പായിരുന്നു. ഒരു കുട്ടിയുടെ സങ്കല്പത്തിനൊപ്പം യാത്ര ചെയ്യുക എന്നത് എൻ്റെ മാനസികോർജം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അവൻ്റെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിന് എന്ത് വില നൽകാനും എൻ്റെ മനസ്സ് എല്ലായ്പ്പോഴും സന്നദ്ധമായിരുന്നു എന്നാണ് മകനോടൊപ്പമുള്ള യാത്രയെക്കുറിച്ച് ഫിൽകോക്സ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇരുമെയ്യാണെങ്കിലും ആ പിതാവിനും പുത്രനും ഒരൊറ്റ മനസ്സായിരുന്നു. അതുകൊണ്ടാണ് കാലിടറാതെയും തളർന്നു വീഴാതെയും അവർക്ക് നിഷ്പ്രയാസം ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. ലോകത്തെമ്പാടുമുള്ള ആയിരക്കണക്കായ ആരാധകർ അവരുടെ ഈ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും അവർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. ലോക്ക്ഡൗൺ കാലത്ത് മഹാമാരിക്കിടയിലൂടെ ബഹുദൂരം സഞ്ചരിച്ച് മുത്തശ്ശിയമ്മയെ കാണുക എന്ന കൊടുമുടിക്കയറ്റമായിരുന്നു റോമിയോവിൻ്റെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം നിന്ദിതരും പീഡിതരുമായ അഭയാർത്ഥി കുട്ടികളുടെ പഠനത്തെ സഹായിക്കുക എന്ന സേവന ദൗത്യവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് റോമിയോസ് ബിഗ് ജേണി ഹോം എന്ന പരിപാടിയുടെ വിജയത്തിളക്കം. പലേർമോയിലെ കുടിയേറ്റ വിദ്യാർത്ഥികളുടെ നരകയാതനകൾ കണ്ടിട്ടാണ് റോമിയോവിൻ്റെ കുടുംബം മുൻകൈയെടുത്ത് റിയാക്റ്റ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അവൻ്റെ അമ്മ ജിയോവന്നയും പിതാവ് ഫിൽകോക്സുമെല്ലാം റിയാക്റ്റിൻ്റെ മുന്നണി പ്രവർത്തകരായിരുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. റോമിയോവിനെയും അവർ ഈ കാരുണ്യത്തിൻ്റെ തണലിലേക്ക് കുഞ്ഞുനാളിലെ കൈപിടിച്ചു കൊണ്ടുവന്നിരുത്തി. പലേർമോയിൽ എൻ്റെ പ്രായത്തിലും അതിൽ കൂടുതലുമുള്ള നിരവധി അഭയാർത്ഥി കുട്ടികളുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് അവരുടെ എല്ലാവിധ പഠന സാധ്യതകളും മുടങ്ങിപ്പോയിരുന്നു. വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് വഴിമാറിയതോടെ നിരവധി കുട്ടികൾക്ക് പഠന സൗകര്യം ഇല്ലാതായി. ഞാൻ സമാഹരിച്ച പണം അവരുടെ പഠനത്തിന് ഉപകരിക്കുമെന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്നായിരുന്നു റോമിയോ ഇതേക്കുറിച്ച് തൻ്റെ ആരാധകരെ അറിയിച്ചത്. മറ്റൊരു കാര്യം കൂടി റോമിയോ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതുകൂടി കേൾക്കൂ. കുടിയേറ്റക്കാലത്ത് എന്നേക്കാൾ കൂടുതൽ ദൂരം നടന്നിട്ടുണ്ട് പാവം അഭയാർത്ഥി കുട്ടികൾ. പക്ഷേ അത് ഞാൻ നടന്നതുപോലെ ആരാധകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടല്ല. ഭക്ഷണം കിട്ടാതെയും ദാഹജലം കിട്ടാതെയും ഒക്കെയാണ് അവർ ജീവനും കൊണ്ട് പലായനം ചെയ്തത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. റോമിയോവിൻ്റെ ആ നല്ല മനസ്സിനെ മാനിച്ചാണ് ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് റിയാക്ട് ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവനകൾ നൽകിയത്.
മുത്തശ്ശിയുടെ ഭവനത്തിൽ എത്തിച്ചേർന്ന റോമിയോ പിരിഞ്ഞു കിട്ടിയ സംഖ്യ എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തി നോക്കി. മൊത്തത്തിൽ അത് 13,731 യൂറോ ഉണ്ടായിരുന്നു. ആ തുക കൊണ്ട് റോമിയോവിൻ്റെ നേതൃത്വത്തിൽ 50 അഭയാർത്ഥി കുട്ടികൾക്ക് ടാബ്ലറ്റുകൾ വാങ്ങിക്കൊടുക്കുവാനും അവർക്ക് വൈഫൈ കണക്ഷൻ ലഭ്യമാക്കുവാനും സാധിച്ചതോടെ റോമിയോവിൻ്റെ യാത്രാ ദൗത്യത്തിന് താൽക്കാലികമായി തിരശ്ശീല വീണു. കോവിഡ് എന്ന മഹാമാരിയെയും ലോക്ക്ഡൗണിനെയും തോൽപ്പിച്ച് മാനവ സ്നേഹത്തിൻ്റെ വിജയ പതാക പറപ്പിച്ച റോമിയോവിൻ്റെ ധീര സാഹസികതയ്ക്ക് മുൻപിൽ ലോകവും കാലവും ശിരസ് നമിച്ചു. ലോകത്തിലെ കുട്ടികൾക്ക് മുഴുവൻ അവൻ വലിയൊരു മാതൃകയായി മാറി. ലോകമെമ്പാടുമുള്ള റോമിയോവിൻ്റെ ആരാധകർ ഒരേ സ്വരത്തിൽ അവനെ അഭിവാദ്യം ചെയ്തു. വെൽ ഡൺ റോമിയോ, വെൽ ഡൺ. റോമിയോവും സ്നേഹമുത്തശ്ശിയും എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇതുവരെ ഞാൻ വായിച്ച് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പുതിയൊരു കഥയുമായി ഞാൻ വരാം. ഏവർക്കും നന്ദി, നമസ്കാരം.